നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. ഹല്ലേലൂയ. അവൻ വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. 2000 വർഷങ്ങൾക്ക് മുമ്പ്, 2000 വർഷങ്ങളായി, അന്ന് ഒരു മച്ചിയായ സ്ത്രീ കുടുംബത്തിൽ നിന്ദിതയാണ്. എവിടെയെങ്കിലും ഒരു കല്യാണം നടക്കുമ്പോൾ അവൾക്ക് പോകാൻ അവകാശമില്ല. കാരണം അവൾ മക്കളില്ലാത്ത ഏതോ ഒരു ഭാഗ്യദോഷിയാണ്. എവിടെയെങ്കിലും ഒരു വീട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു പ്രത്യേകിച്ച് ഫംഗ്ഷൻ നടക്കുമ്പോൾ അവൾക്ക് പോകാനൊക്കത്തില്ല. എൻ്റെ കൊച്ചുനാളിൽ എനിക്കറിയാം, ചില ക്രിസ്തീയ വീടുകളിൽ വിവാഹം നടക്കുന്ന സമയത്ത് ചെറുക്കൻ്റെ സഹോദരിയാണ് മണവാട്ടിയെ അടുക്ക പോയി നിൽക്കുന്നത്. പക്ഷേ മക്കളില്ലാത്തവരെ നിർത്തത്തില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് നടക്കുകയായിരിക്കാം. കുടുംബത്തിലൊരു കല്യാണം നടക്കുമ്പോൾ പോകാനൊക്കത്തില്ല. ഒരു വീട് സമർപ്പിക്കുന്ന സമയത്ത് പോകാനൊക്കത്തില്ല. ഹല്ലേലൂയ. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ഇത് കണ്ടിട്ട് ഭർത്താവ് കരഞ്ഞു കാണും. നല്ല ഭർത്താക്കന്മാർ കാണും, എൻ്റെ ദൈവമേ എൻ്റെ കുഴപ്പമാണോ ആർക്കറിയാം, എൻ്റെ ദൈവമേ. ഹല്ലേലൂയ. ദൈവം അവളുടെയും അവൻ്റെയും ലജ്ജ മാറ്റി. ദൈവം അവൻ്റെ ദുഃഖം മാറ്റി, അവൻ്റെ വേദന മാറ്റി, അവളുടെ ലജ്ജയെ തുടച്ചു മാറ്റി. ദൈവം പറയുകയാണ്, സെക്കറിയാവേ, നിങ്ങൾ 2 പേരും വയസ്സിയെന്ന് വൃദ്ധരായി, നിങ്ങൾക്കൊരിക്കലും മക്കൾ ഉണ്ടാകത്തില്ല, കാരണം സ്ത്രീകൾക്കുള്ള മുറ നിന്നുപോയി. പക്ഷേ സെക്കറിയാവേ, ഞാൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോകാൻ. എന്നായിരിക്കും ഈ മനുഷ്യനൊരു കൊച്ചുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചത്? അന്നത്തെ കാലത്തൊക്കെ കല്യാണം നടക്കുന്ന ഒരു 30 വയസ്സാകുമ്പോഴാണ്. അപ്പോൾ ഈ മനുഷ്യൻ ഈ സമയത്ത് ഒരു 80 വയസ്സ് കാണും. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞിനെ തരണമേ, ആ കുഞ്ഞ് നിന്റെ വേല ചെയ്യട്ടെ, നല്ല വിശ്വാസിയായിരിക്കും, പ്രാർത്ഥിച്ചു കാണും. 2 വർഷം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചു കാണും. 5 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ സ്പീഡ് കുറഞ്ഞു കാണും. 10 വർഷം കഴിഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥിച്ചിരിക്കാൻ നിവർത്തിയില്ല. ദിനകരൻ വന്നപ്പോഴോ, ഞാൻ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണ്, ബെനിഹിൻ വന്നപ്പോഴോ, അല്ലെങ്കിൽ അതുപോലെ അത്ഭുത സിദ്ധി ഉണ്ടെന്ന് പറയുന്നവരാരെങ്കിലും വന്നപ്പോഴോ പ്രാർത്ഥിക്കാൻ പോയി കാണും. ഏകദേശം 30-40 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുമ്പ് പ്രാർത്ഥിച്ച പ്രാർത്ഥന, ദൈവത്തിൻ്റെ ദൂതൻ പറയാണ്, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഏത് പ്രാർത്ഥനയ്ക്ക്? നീ പണ്ട് പ്രാർത്ഥിച്ച് നിർത്തിക്കളഞ്ഞ പ്രാർത്ഥനയ്ക്ക്. കേട്ടാട്ടെ, എൻ്റെ ദൈവം ആരാണെന്നറിയാമോ? നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്. അവൻ ഓർത്തിരുന്ന് സഹായിക്കുന്ന ദൈവമാണ്. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹല്ലേലൂയ. അതുകൊണ്ട് അവന് ദൈവത്തിൻ്റെ ദൂതനെ അയച്ച് പറയുകയാണ്, നിൻ്റെ പ്രാർത്ഥന. ഏത്? കല്യാണം കഴിഞ്ഞ നാളുകളിൽ ഏകദേശം 30, 40, 50 വർഷത്തിന് മുമ്പ് നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അതുകൊണ്ട് സെക്കറിയാവേ, ഭയപ്പെടേണ്ട. ഒന്നാമത്തെ സന്ദേശം, മക്കളില്ലാത്തവരോട് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആരോടാണ് പറയുന്നത്? ദൈവവേല ചെയ്യുന്ന ഒരു ദൈവദാസൻ്റെ കാൽ. എൻ്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തെ, നിങ്ങളിൽ ആരാണ് ദൈവദാസനായിട്ട് ഇരിക്കുന്നത്? ആരാണ് ട്രാക്ട് കൊടുക്കുന്നത്? ആരാണ് സഭാചാർജ് നടക്കുന്നത്? നീ ദുഃഖിതനാണോ? ഇതാ നിന്നോട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കൽപ്പിക്കുകയാണ്, നീ ഭയപ്പെടേണ്ട.